അറിവിന്റെ വർണ്ണക്കാഴ്ചയുമായി ഏറ്റുമാനൂർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ശാസ്ത്രധാര മഴവില്ല് പദ്ധതിയുടെ ശാസ്ത്ര പ്രദർശനം ശ്രദ്ധേയമായി. പദ്ധതിയുടെ ഭാഗമാകുന്ന 6ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് പ്രദർശനം നടത്തിയത്. ശാസ്ത്ര പഠനം കേവലം ക്ലാസ് മുറികൾക്കുള്ളിലെ പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പ്രായോഗിക പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡിസ്ക് വിഭാവനം ചെയ്ത മഴവില്ല് കേരളത്തിനൊരു ശാസ്ത്ര പഠന പദ്ധതിയുടെ ഭാഗമായി പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള ഏറ്റുമാനൂർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ വിപുലമായ ശാസ്ത്ര പ്രദർശനം സംഘടിപ്പിച്ചു. പദ്ധതിയുടെ ഭാഗമാകുന്ന 6ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് പ്രദർശനം നടത്തിയത്. ഇത് വന്നിട്ട് ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങള്, നമുക്ക് അമാവാസി, പൗർണമി അങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങൾ നമുക്ക് ഇതിലൂടെ നോക്കിയാൽ കാണാൻ കഴിയും. ഇത് വന്നിട്ട് പകലും രാത്രി, അതായത് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ നിന്ന് കറങ്ങുന്നതിനെ നാം ഭ്രമണം എന്ന് വിളിക്കുന്നു. അതുകൂടാതെ സൂര്യപ്രകാശം അടിക്കുന്ന ഭാഗത്തിന് നമ്മൾ പകലെന്നും സൂര്യപ്രകാശം അടിക്കാത്ത ഭാഗത്തിനെ നമ്മൾ രാത്രി എന്നും കണക്കാക്കുന്നു. ജീവന്റെ അടിസ്ഥാന കോശങ്ങളിൽ തുടങ്ങി പരീക്ഷണങ്ങളും മോഡലുകളും ചാർട്ടുകളും ദ്രവ്യത്തിന്റെ അവസ്ഥാമാറ്റങ്ങളും സൗരയൂഥവുമെല്ലാം പ്രദർശനത്തിൽ ഉൾപ്പെട്ടിരുന്നു. മഴവില്ല് പദ്ധതിയുടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീഹരി സ്വാഗതം ആശംസിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ ജയകുമാർ അധ്യക്ഷ പ്രസംഗം നടത്തി. 2021 മുതൽ ഈ MRSൽ നടപ്പിലാക്കി വരുന്നൊരു പ്രോജക്റ്റാണ് മഴവില്ല് എന്ന് പറയുന്ന പ്രോഗ്രാം. നമ്മുടെ കുട്ടികളെ, പ്രത്യേകിച്ച് 6ാം ക്ലാസ്സിലാണ് ഈ പ്രോജക്റ്റ് തുടങ്ങുന്നത്. നമ്മുടെ കുട്ടികളെ ക്ലാസ് റൂമിന് അപ്പുറത്തേക്ക്, അതായത് നമ്മുടെ പാഠപുസ്തകങ്ങൾക്കപ്പുറം ക്ലാസ് റൂമിന് പുറത്തേക്ക് ക്യാമ്പസിലേക്ക് വിട്ടുകൊണ്ട് നിരീക്ഷണത്തിലൂടെയും അവർക്കുണ്ടാകുന്ന സംശയങ്ങളിലൂടെയൊക്കെ സ്വയം ഉത്തരം കണ്ടെത്തുന്നതിനുള്ള ഒരു വേദിയാണ് മഴവിൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ അവർക്കുണ്ടാകുന്ന ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് സ്വയം പരീക്ഷണങ്ങൾ നടത്തി നിരീക്ഷണങ്ങൾ നടത്തി അവർ ഉത്തരം കണ്ടെത്തുന്ന രീതിയാണ്. വാർഡ് കൗൺസിലർ സൂസി തോമസ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സുനിത ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ദിലീപ് നന്ദി അറിയിച്ചു. സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പ്രദർശനം കാണുവാനായി എത്തി. ഇതിനോടകം കേരളത്തിലെ വിവിധ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ മഴവില്ല് ശാസ്ത്ര പ്രദർശനങ്ങൾ നടന്നു കഴിഞ്ഞു. സ്കൂളുകളിൽ നടന്ന ഈ ശാസ്ത്ര പ്രദർശനം മഴവില്ല് പദ്ധതിയുടെ വിജയത്തിന്റെ തെളിവാണ്. കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഈ പ്രദർശനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം പഠന സംസ്കാരം തുടരുന്നത് നവകേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ കരുത്താർജിപ്പിക്കും. 2021 മുതൽ ഡിസ്കിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പദ്ധതിയാണ് മഴവില്ല്. അപ്പോൾ ഇതിന് 3ാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് ഏറ്റുമാനൂർ MRSലെ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഇതിനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. ശാസ്ത്രധാര എന്നാണ് കുട്ടികൾ നൽകിയ പേര്. അപ്പോൾ അതിന് 19ഓളം മോഡലുകൾ, പിന്നെ 20ഓളം ചാർട്ട്, പിന്നെ 10ഓളം എക്സ്പെരിമെന്റ്, അങ്ങനെയെല്ലാം ഒരു സംയുക്തമായിട്ടുള്ള ഒരു എക്സിബിഷനാണ് ഇവിടെ. i4u ന്യൂസ്, ഏറ്റുമാനൂർ.